ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ കേരളത്തിലാകെ പൂഴ്ത്തുന്ന ഒരാളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമ സെറ്റിൽ കുറച്ച് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിരുന്നു. നമുക്കത് ആദ്യം പറയുന്നതിന് മുമ്പ് പൃഥ്വിരാജ് പറയുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ കേൾക്കണമല്ലോ. കേൾക്കാം. എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ നിന്ന് അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല. ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല, ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത്, ഇങ്ങനെ ഒരു തിരുത്തൽ, ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും. അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് നമ്മൾ എല്ലാവരും മറക്കാൻ പാടില്ലാത്തത്. അയ്യോ, മഹാനായ ആദരണീയ മനുഷ്യ, നിങ്ങളുടെ ഇതിനകത്ത് ഈ ബ്രോ ഡാഡി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ നായികയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യുവ നായികയെ അതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ പീഡിപ്പിച്ചിട്ട് ഇയാൾ നൈസിന് ബാക്കിൽ കൂടെ പോയിട്ട് കൈ കൊടുത്തിട്ട് വഴക്ക് പറയന്മാരിയൊക്കെ കാണിച്ചിട്ട് ആളെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് ഈ മീറ്റൂവിൻ്റെ ഇടയിൽ സംസാരിക്കുന്നില്ല? അന്ന് ഈ വിഷയം വളരെ കുറച്ച് ചാനലുകൾ, ഈ മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം മുക്കി. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ നടക്കുന്ന പീഡന പരാതികളുടെ പിന്നിൽ സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പൃഥ്വിരാജ് ആയാലും ഇവരുടെ അമ്മയായാലും ഒക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടൊന്നും അല്ല പറയുന്നത്. ആക്ച്വലി ഈ ബ്രോ ഡാഡിയുടെ സെറ്റിൽ ഈ അസോസിയേറ്റ് ഡയറക്ടറെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിക്ക് നീതി എന്നുള്ള രീതിയിലൊക്കെ ഇതായി. അന്ന് ആ പെൺകുട്ടി അതിന് പരാതി കൊടുത്തില്ല. ഇപ്പോൾ അതിന് കൊടുക്കാൻ കഴിയുന്നില്ല. കാര്യം 3-4 പടം പൃഥ്വിരാജ് മുഖാന്തരം കമ്മിറ്റഡായി. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ പടത്തിൽ വരെ അവരുണ്ടായിരുന്നു. അപ്പം ആ സിനിമയിൽ ഈ എന്തുകൊണ്ട് ബ്രോ ഡാഡി, സാധാരണ ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ അതിന് മൊത്തം കാസ്റ്റുകളെയും ഒരുമിച്ച് നിർത്തി എന്തോന്ന് ഈ ഫിലിമിൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കും. എന്തുകൊണ്ട് ബ്രോ ഡാഡിയിൽ അങ്ങനെ ഒരു ഫിലിമിൻ്റെ ഫോട്ടോ ഇല്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും പുറത്ത് വന്നാൽ, ഏതെങ്കിലും കാലത്ത് പുറത്ത് വന്നാൽ ഈ ഇങ്ങനൊരു സാധനം ഉണ്ടെന്നൊരു ഫോട്ടോ പോലും വെച്ച് പൃഥ്വിരാജിന് വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമ്മാതിരി കളി അതിനകത്ത് കളിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പൃഥ്വിരാജ് മാത്രം നല്ലവനെന്നൊന്നും പറയരുത്. പൃഥ്വിരാജ് ഒറ്റൊരുത്തൻ കാരണം, ആ പെൺകുട്ടിക്ക് അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പൃഥ്വിരാജ് ഒറ്റൊരുത്തൻ കാരണം ആ പെൺകുട്ടിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. വീട്ടുകാർ വളരെ മോശമായിട്ട് ഇത് പറഞ്ഞു. അന്നൊരു കേസ് ആ കുട്ടി കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഭർത്താവ് ഇതേ കണക്ക് നീ അന്ന് ആസ്വദിച്ചിട്ട് ഇന്നത് പരാതിയായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. ആ പെൺകുട്ടി പിന്നെ പരാതിയായിട്ട് വന്നു. അതിനുശേഷം ഒരുപാട് സിനിമ ഈ പൃഥ്വിരാജിൻ്റെ സിനിമയുടെയൊക്കെ ഭാഗമാണ്. ഇനി വരുന്ന സിനിമയുടെയും ഭാഗമായിരിക്കാം, ഒരുപക്ഷെ ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും ഒരുപാട് അവസരങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. സോ അവളൊരു നല്ല കലാകാരിയാണ്. എന്നിട്ട് പോലും ഇതുപോലൊരു അതിക്രമം നടന്നിട്ട് ഈ പറയുമാതിരി ലേഡീസിനെ ഫുള്ള് സംരക്ഷിക്കുന്ന ഈ കാസ്റ്റിംഗ് കൗച്ച് സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇന്നും മലയാള സിനിമയിൽ തുടരുന്നു. എന്തുകൊണ്ട് പൃഥ്വിരാജിനെ എതിർക്കുന്നില്ല? അത് നമ്മുടെ ആളാണല്ലോ. നമ്മുടെ ആൾക്ക് എന്തും ആവാം മച്ചാനെ, എന്തും ആവാം അല്ലേ? ആ ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ കൂടെയൊക്കെ ഈ വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ളത് 100-101% ഉറപ്പാണ്. അപ്പോൾ പൃഥ്വിരാജ് മാത്രം നല്ലവനായ ഉണ്ണിയാണെന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇതിനകത്ത് ഒറ്റൊരുത്തനും ശരിയല്ല. പലരും അവരവരുടെ കൂടെ നിൽക്കുന്നവരുടെ മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ എല്ലാവന്മാരും തരികിടകൾ തന്നെയാണ്. ഇതിനകത്ത് ഒരു വിഭാഗം ശരി, ഒരു വിഭാഗം തെറ്റ്. ഈ പറയുന്ന പീഡനം ആരോപിച്ചവർ നല്ലത്, അങ്ങനൊന്നുമില്ല. ഇവരുടെ കയ്യിലും അരവെടിക്കുള്ള മരുന്നുള്ളവർ തന്നെയാണ്. അപ്പം വേറെ കാര്യം, ഇതൊന്നും അല്ല നമ്മുടെ സാധാരണക്കാരുടെ വിഷയം. അതാദ്യം മനസ്സിലാക്കുക. ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ വൻ അഴിമതി നടന്നുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ മറവിൽ വൻ അഴിമതിയും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മറയ്ക്കാനുള്ളൊരു മറയായിട്ടാണോ ഇപ്പോൾ ഈ സംഭവം കൊണ്ടുവന്നതെന്ന് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അർജുൻ്റെ മൃതദേഹം കിട്ടി. നിങ്ങളാരെങ്കിലും അറിഞ്ഞോ?
അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിനെ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ഇത് ചെയ്യുന്നില്ല. നോക്കി ഇനി അടുത്ത വലിയ സർക്കാരിന് വലിയ ഇഷ്യൂസൊക്കെ വരാൻ നേരത്തും ഈ പിരിവിൻ്റെ കാര്യമൊക്കെ ചോദിക്കാൻ നേരത്തും അടുത്ത വിഷയമായിട്ട് അല്ലെങ്കിൽ അടുത്ത കരട് രേഖ, അതായത് ഇതിനകത്ത് ആരോപിക്കപ്പെട്ട ആൾക്കാരുടെ പേരുകൾ എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും കൊണ്ടുവരും. ഇതിനകത്ത് വന്നവനും നിന്നവനും എല്ലാം ചെറ്റകളാണ്. ഈ പറയുന്നവരും ചെറ്റകളാണ്. സീരിയസ് ആയിട്ടും പറയുന്നത്. ഇനി നിൽക്കാൻ പോകുന്നവനും ചെറ്റകളാണ്. ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. ഈ ജിൻപോൾ എന്ന് പറഞ്ഞുകൊണ്ട് ലാലിൻ്റെ ആൾ എന്തുകൊണ്ട് ആ വിഷയം വെളിയിൽ വരുന്നില്ല? ജിൻപോൾ ഒരു കാസ്റ്റിംഗ് കൗച്ച് വെച്ചിട്ട് ഒരു പെൺകൊച്ചിനെ ഉപദ്രവിച്ചു. ഈ സംഭവം എന്തുകൊണ്ട് ഈ സമയത്ത് എടുത്തിട്ടില്ല? കാര്യം ഇത് നമ്മൻ്റെ ആളാണ്, നമ്മുടെ ആളാണ്. നമ്മൻ്റെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളാണ്. ആ രീതിയിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കാണുന്നതൊന്നുമല്ല സത്യം. സത്യങ്ങളിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ മീറ്റൂവിൽ വരുന്ന പല ആൾക്കാരും ചിലർക്ക് പണി കൊടുക്കാൻ വേണ്ടി ചിലർ പറയുന്നു, ചിലരെ അല്ലാതെ പറയുന്നു. അങ്ങനെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. സോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാന്യമായ രീതിയിൽ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.